ടീം ചാരിറ്റി കായംകുളം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിക്കലും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ ടീം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികളെ ആദരിക്കൽ, പഠനോപകരണ വിതരണം എന്നിവ നടന്നു. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടീം ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നിർധനരായ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ടീം ചാരിറ്റിയെപ്പറ്റി നോക്കുമ്പോൾ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഘടനയാണ് ടീം ചാരിറ്റി. അതിൻ്റെ ഓരോ പ്രവർത്തകരും അതിന് ആശംസകൾ അർഹിക്കുന്നവരാണ്. നമുക്ക് നോമ്പ് സമയത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും അതുപോലെ അവർക്ക് അരി വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചികിത്സ അതുപോലെ ഒട്ടനവധി ഈ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അടിയന്തര സഹായം ചെയ്തു കൊടുക്കുക എന്നും അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ടീം ചാരിറ്റി ചെയ്തു വരുന്നത്. ഇത് നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ചാരിറ്റി പ്രവർത്തനം ലക്ഷ്യമാക്കുന്നത്, അല്ലെങ്കിൽ ടീം ചാരിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടികളിൽ ഒരു ദാനശീലം ഉണ്ടാക്കുക, അവർക്കൊരു ഷെയറിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പഠിച്ചു വരുന്ന തലമുറകൾ നാളെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കരുതിയിരിക്കുന്നതിൽ ഒരു പങ്ക് അവർക്കൂടെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അത് സർവശക്തൻ്റെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും അതുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ടീം ചാരിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അതിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ഫയർ ഓഫീസറുണ്ട്, നമ്മുടെ അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിലറുണ്ട്, മുൻ വാർഡ് കൗൺസിലറുണ്ട്, അതുപോലെ ടീം ചാരിറ്റിയുടെ എല്ലാ അംഗങ്ങളെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആറ്റക്കുഞ്ഞ് അധ്യക്ഷയായി, സീനത്ത് റഷീദ് സ്വാഗതം പറഞ്ഞു. 100ഓളം നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 6 വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി ആദരിച്ചത്. കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജെബിൻ ജോസഫ് ആദരവ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സുൽഫിക്കർ ചികിത്സാ സഹായ വിതരണം നടത്തി. അബ്ദുൾ റഷീദ്, ഷാജഹാൻ, നസീർ, സീന ഷാജഹാൻ, സിനിമോൾ, സുബൈദ എന്നിവർ സംസാരിച്ചു. സുലൂബിനു നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.